2 പതിറ്റാണ്ടിൽ ഏറെക്കാലമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം. രാജീവ് ഗാന്ധിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു കോൺഗ്രസ് ലോയൽ സഹകരണ സംഘമാണെന്ന്. അതെ, 2 പതിറ്റാണ്ടായി, അതായത് 2004 പ്രവർത്തനം തുടങ്ങിയത് മുതൽ അവിടം ഭരിക്കുന്നത്, അതിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെതാണ്. ഞാൻ പറഞ്ഞല്ലോ, മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം. ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട ആളുകൾ അടുത്തടുത്ത് ആത്മഹത്യ ചെയ്തു, സ്വയം മരണം വരിച്ചു. ഒന്ന്, ഈ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്ന മോഹനകുമാരൻ നായർ, മാസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. ഒന്ന്, അതിലെ നിക്ഷേപകനും മലയാള മനോരമയുടെ പ്രാദേശിക ലേഖകനും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനുമായ ആനാട് ശശി. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് സ്വയം മരണത്തിൽ തൻ്റെ ജീവിതം ഉടക്കി ഇട്ടത്. അദ്ദേഹം ആനാട് ശശി. അങ്ങനെ 2 മരണങ്ങൾ സഹകരണ ബാങ്കിൽ, രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ ഭരണസമിതി ഉള്ള ബാങ്കാണല്ലോ. അപ്പോൾ DCCക്ക് ഒരു ചെറിയ ഉത്തരവാദിത്തമെങ്കിലും കാണില്ലേ? പാലോട് രവി പോട്ടെ, പാലോട് രവിയെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. N ശക്തൻ താൽക്കാലിക പ്രസിഡന്റാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇതിനകത്ത് ഉത്തരം പറയാനുള്ള ബാധ്യത ഇപ്പോൾ ഉണ്ടാകില്ല. എന്നാൽ വമ്പന്മാരായ മറ്റ് നേതാക്കളിലെ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാക്കൾ, വലിയ നേതാക്കൾ, എന്തിന് KPCC ആസ്ഥാനവും തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നിന്ന് വെളിപ്പാട് അകലെ മാത്രമാണ് ഈ മുണ്ടേല എന്ന് പറയുന്ന സ്ഥലമെന്ന കാര്യവും നമുക്ക് അറിയാവുന്നതല്ലേ. ആനാട് ശശി എന്തിനാണ് മരിച്ചത്? മോഹനകുമാരൻ നായരുടെ വിഷയം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ ഈ വാർത്ത പറഞ്ഞെത്തിക്കൊള്ളാം. ആനാട് ശശി അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് വിഹിതം വെച്ച് കിട്ടിയപ്പോൾ അത് മകളുടെ പഠനാർത്ഥം തിരുവനന്തപുരത്ത് കവടിയാറിൽ ഒരു വീട് വാങ്ങണം, നെടുമങ്ങാട് നിന്നും കവടിയാറിൽ ഒരു വീട് വാങ്ങണം. അതിനുവേണ്ടി തൻ്റെ സ്വത്ത്, പാരമ്പര്യമായുള്ള സ്വത്ത്, ലഭിച്ച സ്വത്ത് അത് വിറ്റു. ഏകദേശം 1,62,00,000 രൂപ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു. ഇത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ബാങ്ക് എന്ത് ബാങ്കാണ്, നമ്മുടെ സഹകരണ സംഘം ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഈ നിക്ഷേപം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് വായ്പയൊക്കെ കൊടുത്ത് വീണ്ടും ഒന്ന് സജീവമാക്കി ഉഷാറാക്കി എടുക്കാം, നിങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ പലിശയൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ആനാട് ശശിയെ സമ്മർദ്ദം ചെലുത്തി ഈ പൈസ മുഴുവൻ ബാങ്കിലേക്ക് നിക്ഷേപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാര്യ വിരമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല തുക കിട്ടുമല്ലോ, വിരമിക്കൽ ആനുകൂല്യമായി. ആ തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലായിരുന്നു. ആ തുക വന്നു, ആനാട് ശശിയുടെ ഭാര്യ വിരമിച്ചു, കാശ് ബാങ്കിലെത്തി എന്നറിഞ്ഞപ്പോൾ പ്രാദേശിക നേതാക്കൾ ആനാട് ശശിയെ പിന്തുടർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച് സമ്മർദ്ദത്തിലാക്കി ആ പൈസയും ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഊഹിക്കാം 2 കോടിയോട് അടുത്തുള്ള തുക ആനാട് ശശി ഈ ബാങ്കിൽ, ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ സഹകരണ സംഘം പാവം ഈ ശശിയോട് ചെയ്തത്? അദ്ദേഹത്തിന് 6 മാസം പലിശ കൊടുത്തു. 6 മാസം പലിശ കൊടുത്തു. പിന്നീട് പലിശയുമില്ല, ചോദിച്ചാലൊരു മൈൻഡുമില്ല. കാരണം ആനാട് ശശിക്ക് ഇനി വരുമാനമില്ല, പ്രായം കുറേയായി. പിന്നെ മനോരമയുടെ പ്രാദേശിക ലേഖകൻ എന്ന നിലയിൽ കിട്ടുന്ന തുച്ഛമായ പ്രതിഫലം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് അയാൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്കൊരു ഒന്നുമില്ല എന്ന തരത്തിൽ ഭരണസമിതി ആനാട് ശശിയെ ഒഴിവാക്കി. അവസാനം അദ്ദേഹം മകളുടെ പഠനാവശ്യത്തിനൊക്കെ ഒരുപാട് കയറി ഇറങ്ങി, ബാങ്ക് പല തവണ പല ആവർത്തി ചോദിച്ചു, എന്നിട്ടും ഒന്നും നടന്നില്ല. അവസാനം നിയമ നടപടിക്ക് ഒരുങ്ങി, എന്നിട്ടും ഫലമില്ലാതെയായി. ഈ ഭരണസമിതി എന്താണ് ചെയ്തത്? അത് 2022 ഒരു അന്വേഷണം നടന്നു അവിടെ. അപ്പോൾ 2022 സംസ്ഥാന വ്യാപകമായി സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കോൺഗ്രസിന്റെ ഭരണസമിതിയുള്ള 20ഓളം സഹകരണ സംഘങ്ങളിൽ അഴിമതിയുണ്ട്. ഇവിടെ 24 കോടി രൂപയുടെ തട്ടിപ്പ് ഈ സഹകരണ സംഘം നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു. സഹകരണ വകുപ്പ് കണ്ടെത്തി 24 കോടി രൂപയുടെ തട്ടിപ്പ് ഇവിടെ നടന്നു. എന്താണ് ഇവർ ചെയ്തത്? പല നേതാക്കളും ഇലക്ഷന് മത്സരിക്കുമ്പോൾ ബിനാമി പേരിൽ കുറേ ലക്ഷങ്ങൾ അങ്ങോട്ട് വായ്പ കൊടുക്കും. ഇലക്ഷന് തോറ്റാലും ജയിച്ചാലും ആ പൈസ തിരിച്ച് കിട്ടുകയില്ല. എന്നിട്ടെന്താണ്, വ്യക്തമായ ഈടില്ലാതെ തന്നെ പല ആളുകൾക്കും വായ്പ വാരിക്കോരി കൊടുത്തു. ഇഷ്ടക്കാർക്ക് നേതാക്കൾ വിളിച്ചു പറയും, ഇതാ ഒരാൾ വരുന്നുണ്ട്, അവനങ്ങ് കൊടുത്തേക്കണം എന്ന് പറയുമ്പോൾ അവനങ്ങ് കൊടുക്കും, വിടും. ഇത് തിരിച്ച് കിട്ടുകയില്ല. അങ്ങനെ വന്നാണ് ബാങ്ക് ഇങ്ങനെ കൂപ്പ് കുത്തിയത്. പാവം ആനാട് ശശിയെ പോലുള്ള കോൺഗ്രസ് അനുഭാവികളും ഈ മനോരമ പാവം പത്രപ്രവർത്തകരുമായ ആനാട് ശശിയെ പോലുള്ള സാധാരണക്കാർ
ചെന്ന് വീണ് കൊടുത്തു. നിയോൺ വിളക്കിലേക്ക് ഈയാമ്പാറ്റകൾ പറന്നെടുക്കുന്നത് പോലെ ഈ ചതിക്കുഴിയിലേക്ക്, കോൺഗ്രസ്സുകാരുടെ ഈ ചതിക്കുഴിയിലേക്ക് പാവം മാനാട് ശശി ചെന്ന് വീണ് കൊടുത്തു. ഈ മോഹനകുമാരൻ നായരും മനസ്സ് നെഞ്ചുപൊട്ടിയാണ് മരിച്ചത്. കാരണം എന്താണ്? നേതാക്കളാണ് പൈസ കൊടുക്കേണ്ടത്. നമുക്കറിയാം, വയനാട് എം.എൻ. വിജയന്റെ കാര്യം നമുക്കറിയാമല്ലോ. അവിടുത്തെ ട്രഷററായിരുന്നു, DCC ട്രഷററായിരുന്നു. ആ പാവ മനുഷ്യന്റെ പേരിലും കുറേ അധികം പണം യവന്മാരും നേതാക്കൾ, IC ബാലകൃഷ്ണൻ തുടങ്ങിയ വലിയ നേതാക്കളൊക്കെ പൈസ വസൂലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് തിരികെ അടക്കില്ല. പാവം അദ്ദേഹം കടം കൊണ്ട് മുങ്ങി അവസാനം ജീവൻ ഒടുക്കേണ്ടി വന്നു. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ആനാട് ശശിയെ ബലി കൊടുത്തത് ഇവരാണ്. അവസാനം അദ്ദേഹത്തിന് എന്ത് പറഞ്ഞു? എന്നിട്ട് കോൺഗ്രസ്സുകാർ നേരെ പറഞ്ഞു തുടങ്ങി, എന്താണ്? മാരകമായ അസുഖങ്ങളെ തുടർന്നാണ് ആനാട് ശശി, അതിലെ വേദനയെ തുടർന്നാണ് ആനാട് ശശി ജീവൻ ഒടുക്കിയതെന്ന്. ആനാട് ശശിക്ക് അർബുദമായിരുന്നുവെന്ന് പറഞ്ഞു വരുത്തി ഈ കോൺഗ്രസ്സുകാരന്മാർ. ഇതുപോലെ കൂടെ നടക്കുന്ന ആളുകളെ പിന്നിൽ നിന്ന് കുത്തുകയും ചവിട്ടി വീഴ്ത്തുകയും, ചവിട്ടി വീണ് കഴിഞ്ഞാൽ ഉടനെ പറയും മാരക അസുഖം, മാരക രോഗം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന ഈ കോൺഗ്രസ്സുകാരെ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ച, ഈ സ്വന്തം കൂടെ നിൽക്കുന്നവനെ ദ്രോഹിക്കുന്ന കോൺഗ്രസ്സുകാരനെ എന്താണ് പറയേണ്ടത്? ആനാട് ശശിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരുത്തി. എന്നിട്ട് കുടുംബക്കാർ പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖമില്ല, അദ്ദേഹത്തിന് മാരകമായ യാതൊരു അസുഖവുമില്ല, അദ്ദേഹം നെഞ്ചുപൊട്ടിയാണ് സ്വയം ജീവനൊടുക്കിയത്. എന്തിനു വേണ്ടിയാണ്? ഈ പൈസ തിരിച്ചു കിട്ടുന്നില്ല. പൈസ കിട്ടിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പലിശയെങ്കിലും മാന്യമായിട്ട് അതുമില്ല. അപ്പോൾ ഈ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ എന്ന് പറയുന്നത് ആരുടെ വെൽഫെയർ ആണ്? DCC വെൽഫെയർ ആണ്, KPCC വെൽഫെയർ ആണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നതെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ നേതാക്കളാരും ഇതിന് കമാ എന്നൊരു അക്ഷരവും വേണ്ടിയിട്ടില്ല ഇതുവരെ. ഈ ബാങ്കിൽ നടന്ന തട്ടിപ്പുകളെ കുറിച്ച്, 24 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് DCCO, അതായത് തിരുവനന്തപുരം DCCO, അതുപോലെ തന്നെ KPCCO, അവിടെ നിന്ന് ലോണ് ബിനാമി പേരുകളിൽ എടുത്ത നേതാക്കളോ ഒന്നും മിണ്ടിയിട്ടില്ല. മരിച്ച ആളിൻ്റെ കുടുംബത്തിന് എല്ലാം നഷ്ടം. ഏതായാലും കേസിൻ്റെ വഴിക്ക് നീങ്ങുകയാണ്. നീതി ലഭിക്കാതിരിക്കുകയില്ലല്ലോ പാവം ആനാട് ശശിക്കൊക്കെ. അദ്ദേഹത്തെ എനിക്ക് അറിയുകയും ചെയ്യാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി തീർന്നുകൊണ്ട് നിർത്തട്ടെ. കോൺഗ്രസ്സുകാർ ഇമാതിരി ഊളത്തരം ഇനിയെങ്കിലും കാണരുത് ഒരു പച്ച മനുഷ്യനോട്.